Thank you, Pastor. Thank you. യേശു കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അവസരങ്ങൾക്കായി കർത്താവിന് മഹത്വം കരറ്റുന്നു. തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി ലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നമ്മുടെ പ്രത്യേകമായ ബൈബിൾ പഠനം അതിൻ്റെ 13 ചാപ്റ്റർ പിന്നിട്ടു എന്നത് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യം തന്നെയാണ്. परमेश्वर के नाम की महिमा हो। पिछली कक्षाओं में हमने रोमियो की पत्री के 13वें अध्याय तक अध्ययन कर लिए हैं। आज हम 14 अध्याय को अध्ययन करने जा रहे हैं, 14वें अध्याय का अध्ययन करने जा रहे हैं। ट्रांसलेशन उണ്ടോ? ट्रांसलेशन ഓക്കെ നമ്മൾ 13 ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. അത് വളരെ സന്തോഷമാണ്. ഇന്ന് 14ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നാളെയാണ് എൻ്റെ ടേൺ വരേണ്ടത്. അപ്പോൾ 15ഉം 14ഉം നമ്മൾ ഇന്ന് തൊട്ട് പഠിക്കുകയാണ്. 14ഉം 15ഉം ചാപ്റ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. हम रोमियो की पत्री 14वें अध्याय और 15वें अध्याय का अध्ययन एक साथ करने जा रहे हैं. ഈ ലേഖന പഠനത്തിന്റെ പ്രാരംഭ സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഏകദേശം 7-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ സാവകാശം ദൈവം നൽകി. परमेश्वर के दास ने हमें पहला अध्याय सिखाया और उसकी पृष्ठभूमि भी हमें समझाई थी. ഈ ലേഖന പഠനത്തിന്റെ സമാപന ടൈമിൽ നിങ്ങളോട് ഒരുമിച്ച് ചേരുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. फिर से दास हमारे साथ है, इसलिए परमेश्वर को धन्यवाद. പ്രത്യേകിച്ച് നമ്മുടെ കോളേജിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന മാത്യു കുര്യൻ സാർ ഉണ്ട്. അദ്ദേഹത്തെ ഓർക്കുന്നു. പാസ്റ്റർ ഡാനിയൽ തോമസ്, മറ്റ് വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. मीटिंग में उपस्थित सभी लोगों को जय मसीह की, खासतौर पे मैथ्यू कुरियन पास्टर जी को और डैनियल पास्टर जी को. ചാപ്റ്റർ 14 വേഴ്സസ് 1 to ചാപ്റ്റർ 15, 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെയുള്ള ഭാഗത്തിന് നമുക്കൊരു ടൈറ്റിൽ നൽകാൻ കഴിയും: ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവും. അതായത് 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം रोमियो की पत्री 14 अध्याय और 15 अध्याय का 13वें तक हम एक शीर्षक दे सकते हैं. वो इस प्रकार है: मसीह में स्वतंत्रता और मसीह में भाईचारा. ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവുമാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. പ്രത്യേകിച്ച് 14-ാം അധ്യായം 1-ാം വാക്യവും 15-ാം അധ്യായം 1-ാം വാക്യവും ഒന്ന് ശ്രദ്ധിക്കണം. 14-ന്റെ 1-ഉം 15-ന്റെ 1-ഉം ആ 2 വാക്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. 14-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം, 15-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. 15-ന്റെ 1: എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മെ തന്നെ പ്രസാദിപ്പിക്കാതിരിക്കുകയും വേണം. 2 ആളുകളെയാണ് നാം കാണുന്നത്. ഒന്ന് അശക്തരായവർ, അതായത് ബലഹീനരായവർ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ശക്തരായവർ. അപ്പോൾ ശക്തരും
അശക്തരുമാണ് നമ്മൾ ഈ 2 അധ്യായങ്ങളിലെ ആദ്യ വാക്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. हम 14वें अध्याय के पहले वचन में और 15वें अध्याय के पहले वचन में दो लोगों से मिलते हैं। पहला है 14वें अध्याय में हम निर्बलों को देखते हैं और 15वें अध्याय में बलवानों को देखते हैं। ഈ 15ാം അധ്യായത്തിൽ ശക്തരായവർ ബലഹീനതയിൽ ചുമക്കണം, അവരെ വഹിക്കണം എന്ന് പറയുന്നുണ്ട്. 15वें अध्याय में बलवानों को चाहिए कि निर्बलों की निर्बलताओं को सहे। അപ്പോൾ 2 കൂട്ടരെയാണ് നമ്മൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് വ്യക്തമായി പഠിക്കുമ്പോൾ കാണുന്നു. ഒന്ന് ശക്തരായവർ, 2 അശക്തരായവർ. ഞാൻ ഓർപ്പിച്ചത്. അപ്പോൾ ഇതില് ശക്തരായവർ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യം കൊണ്ട് ബന്ധപ്പെട്ട് എല്ലാം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. അവര് കുറച്ചുകൂടെ വിശ്വാസത്തിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയവരാണ്, കുറച്ചുകൂടെ ബലമുള്ളവരാണ്. അതുകൊണ്ട് എല്ലാം ഭക്ഷിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടരാകട്ടെ ചില ഭക്ഷണങ്ങൾ ഭക്ഷിച്ചാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും, വിശ്വാസത്തെ ജീവിതത്തെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. यहाँ पे हम 2 लोगों को पाते हैं। एक है कि सब कुछ खाना उचित है, दूसरा वर्ग कहता है कि हमें कुछ चीजों को नहीं खाना चाहिए, ऐसा कहते हैं वे। അതുകൊണ്ടാണ് 14ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം സസൂക്ഷ്മം പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഒരാശയം എന്ന് പറയുന്നത് പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു, 14ഉം 15ഉം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവുമാണ്. 14ന്റെ 1 മുതൽ 15ന്റെ 13 വരെയുള്ള ഭാഗങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവും. അതില് വീണ്ടും അതിന്റെ സബ് ടൈറ്റിലായിട്ട് എഴുതേണ്ടതാണ് 14ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. आज हम 2 अध्याय एक साथ पढ़ रहे हैं, 14 अध्याय पूरा और 15 अध्याय का 13 तक। हमें इसे इस प्रकार से शीर्षक देना चाहिए, टाइटल देना चाहिए, मसीह में स्वतंत्रता, मसीह में भाईचारा। 14 अध्याय का 1 से लेके 12 तक हमें एक सब टाइटल देना है, उपशीर्षक देना है, हमें परस्पर आदर करना चाहिए। ആദിമ ക്രൈസ്തവ സഭയ്ക്കകത്തും ഒരുപക്ഷെ ഭിന്നതകൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് റോമാലേഖനം അതോടൊപ്പം തന്നെ കൊരിന്ഥി ലേഖനം ഒക്കെ പഠിക്കുമ്പോൾ സഭയ്ക്കകത്തെ ആ ഭിന്നതകളെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ ശക്തരും വിശ്വാസത്തിൽ ബലഹീനരുമായ ആളുകൾ തമ്മിലുള്ള ഒരു ക്ലാഷും ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പഠനത്തിൽ മനസ്സിലാകുന്നു. അപ്പോൾ പൗലോസ് അവരെ ശക്തമായി താക്കീത് ചെയ്യുകയാണ്. അങ്ങനെ വിശ്വാസത്തിൽ ശക്തരാണെന്ന് പറയുന്ന നമ്മൾ ബലഹീനരായവരെ കൂടെ ഉൾക്കൊള്ളണം, അവരെ കൂടി അംഗീകരിക്കാൻ തയ്യാറാകണം. അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, യഥാർത്ഥ ക്രൈസ്തവികത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ അനുഷ്ഠിക്കേണ്ട അനുഭവം മറ്റുള്ളവരെ അംഗീകരിക്കുക, പരസ്പരം കരുതുക. पहली कलीसिया में भिन्नता थी। यहाँ हम पाते हैं कि बलवान और निर्बलों के बीच में भी मतभेद था। पौलुस कहते हैं बलवानों से कि आपको निर्बलों की निर्बलताओं को सहना चाहिए। അക്ഷരാർത്ഥത്തിൽ ഇന്ന് നമ്മളൊക്കെ ആരാധിക്കുന്ന ദൈവസഭകൾക്കകത്തും ആ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട വളരെ ആവശ്യകതയാണ്. മറ്റുള്ളവരെ കരുതുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ എന്നും ഇന്ന് രാത്രി ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് വളരെ പ്രയോജനം തന്നെയാണ്. वास्तव में हम जिस कलीसिया में आराधना करते हैं, हमें इस बात का ध्यान रखना है कि क्या हम एक दूसरे लोगों का ध्यान रखते हैं, दूसरे लोगों का आदर करते हैं, मसीह में हम एक है, क्या ये भावना हमारे अंदर है या नहीं, हमें अपनी जांच करनी चाहिए.
ഓക്കെ, 14 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. അതിനുശേഷം അതിന്റെ നോട്ട് വിശദീകരിക്കാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താന്താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാണ്. എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ആശയം വളരെ വ്യക്തമാണ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒത്തിരി ആശങ്കകളുള്ള വിശ്വാസത്തിൽ ബലഹീനരായ ആളുകളുണ്ട്. അവരെ നാം ഒരുമിച്ച് കൂടെ നിർത്തണമെന്നുള്ള ആശയമാണ് ഈ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നത്. यहाँ अभी हमने 14 अध्याय का 1 से लेके 12 वचन हमने देखा। इस वचनों को दास ने पढ़ा। इसमें मुख्य चीज जो है वो है कि जो विश्वास में निर्बल है उन्हें बहुत ही चीजों में शंका होती है। तो ऐसे व्यक्ति को हमें विश्वास में बलवान बनाना है, उसकी शंकाओं को दूर करना है। ഓക്കെ, നോട്ടായിട്ട് എഴുതുന്നവർക്ക് ഒരു ചെറിയ നോട്ട് ഞാൻ പറഞ്ഞു തരുന്നു. പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. 14 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. नोट लिखने वाले लिखिए, हमें परस्पर आदर करना चाहिए और एक दूसरे का अंगीकार करना चाहिए. വ്യർത്ഥമായ ആചാരങ്ങളിൽ നിന്നൊക്കെ ക്രിസ്തു നമ്മെ വിടുവിച്ചു എന്ന് പൗലോസ് വിശ്വസിച്ചു. पौलुस हमें कहते हैं कि हमें ऐसे आचार विचार जिनकी आवश्यकता नहीं है उससे हमें मसीह ने बचाया, हमें छुटकारा दिया. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി ശരിയായ അറിവില്ലാത്തവർ സഭയ്ക്കകത്തുണ്ട്. അവരെ അവഗണിക്കാൻ പാടുള്ളതല്ല. पर इस स्वतंत्रता को नहीं समझने वाले भी कलीसिया में हैं, उन्हें हमें नकारना नहीं चाहिए. അങ്ങനെയുള്ളവരോട്, അതായത് വിശ്വാസത്തിൽ ബലഹീനരായവരോട് സൗമ്യതയും സ്നേഹത്തോടും കൂടെ അവരെ സമീപിക്കുകയും അവരുമായി ഒരു പ്രതിവാദത്തിനു ഡിബേറ്റിനൊരുങ്ങാതെ അവരെ കൈക്കൊള്ളുകയും ചെയ്യുക അത്ര വേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. വിശ്വാസത്തിൽ ബലഹീനരായവരെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ സമീപിക്കുകയും അവരോടൊരു ഡിബേറ്റിനൊരുങ്ങാതെ, ഒരു വാദത്തിനൊരുങ്ങാതെ അവരെ സ്നേഹത്തോടെ അംഗീകരിക്കുകയും ചെയ്യണം. ऐसे लोग जो विश्वास में कमजोर हैं, उन्हें हमें स्नेह के साथ और बहुत ही शांति के साथ हमें उन्हें अपने साथ रखना है, उनसे कोई वाद विवाद नहीं करना है. പ്രത്യേകിച്ച് 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. മറ്റൊരുത്തിന്റെ ദാസനെ വിധിക്കാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കുന്ന താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ദിവസങ്ങൾ ആചരിക്കുന്ന കാര്യത്തിലും ഇവരിൽ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടായി. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാര്യത്തിലും ചില ദിവസങ്ങൾ ആചരിക്കുന്ന കാര്യത്തിലും ഇങ്ങനെയുള്ള കൂട്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചിലർ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അശുദ്ധി ഉണ്ടാകുമെന്ന് ചിന്തിച്ചൊരു കൂട്ടരുണ്ട്.
അപ്പോൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഈ ആളുകൾ അവിടെ ഉള്ളപ്പോൾ തന്നെ വിശ്വാസത്തെക്കുറിച്ച് കരുത്തരായ ആളുകൾ പറയുന്നു, ദിവസങ്ങളൊന്നും വിഷയമല്ല, ഭക്ഷണം ഏതും കഴിക്കാം, അതൊന്നും വിഷയമല്ല. चौथे वाक्य में हम देखते हैं, तू कौन है जो दूसरे के सेवक पर दोष लगाता है, उसका स्थिर रहना या गिर जाना उसके स्वामी ही से संबंध रखता है। तो यहाँ हम पाते हैं कि यहाँ की कलीसिया में कुछ लोग खाने पीने के बारे में वो कहते हैं कि ये भोजन करने से हम अशुद्ध हो सकते हैं, इस प्रकार से वो रोक लगाते हैं। और कुछ लोग जो कि विश्वास में बलवान है वो इन चीजों को नहीं मानते, और कुछ लोग दिनों को मानते हैं। जो विश्वास में बलवान है वो कहते हैं कि सब दिन बराबर है। പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഓർപ്പിച്ചു ഭക്ഷണ കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന മാംസങ്ങൾ പലതും വിഗ്രഹങ്ങളുടെ മുമ്പിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷമാണ് വിപണനത്തിൽ കൊണ്ടുവരുന്നതും അത് വിൽക്കുന്നതെന്നും ചിലർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ചിലർ വർജിച്ചിരുന്നു. മാത്രമല്ല ചില ആളുകൾ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, വിശ്വാസ ശക്തരായവർ പറഞ്ഞത് മാംസവും ഭക്ഷണവും ഒന്നും വിഷയമല്ല, അത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിച്ചു കഴിഞ്ഞാൽ യാതൊന്നും വരത്തില്ല, നമ്മെ ഒന്നും ബാധിക്കത്തില്ല എന്ന് വിശ്വാസത്തോടെ അത് കഴിച്ചു വരുമുണ്ട്. तो यहाँ पर हम पाते हैं कि जो लोग कुछ लोगों को इस बात का ज्ञान था कि जो मांस वो खा रहे हैं वो पहले मूर्तियों के सामने रखा जाता था, बाद में उसको बेचने के लिए लाया जाता था, इसलिए वो कहते थे कि इस प्रकार के मांस को खाना वर्जित है। लेकिन जो विश्वास में बलवान है वो कहते थे कि कुछ भी खाने से फर्क नहीं पड़ता, कुछ भी खाओ कुछ फर्क नहीं होगा। അപ്പോൾ പൗലോസ് ഇത് കണ്ടുകൊണ്ട് രണ്ടു കൂട്ടരോടും പറയുകയാണ്, ഭക്ഷണം നീ കഴിക്കുന്നത് കണ്ടിട്ട് വിശ്വാസത്തിൽ ബലഹീനനായ അശക്തനായ ഒരു വിശ്വാസിക്ക്, അത്രയും സ്ട്രോങ് അല്ലാത്തൊരു വിശ്വാസിക്ക് നീ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അവൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാനിടയായി തീരുന്നാൽ, അത് നിമിത്തം അവൻ പിന്മാറിപ്പോകേണ്ടി വന്നാൽ ഒരു കാര്യം എന്ത് ചെയ്യണം, നീ ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എല്ലാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ചിലത് വർജിക്കേണ്ടി വരുന്നുവെങ്കിൽ വർജിക്കാനാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. पौलुस ऐसे लोगों को कहते हैं, खासतौर पे जो बलवान लोग हैं, जो ये मानते हैं कि धन्यवाद के साथ कुछ भी खा सकते हैं, उनको कहते हैं कि जो विश्वास में निर्बल है वो ये देख कर कि तुम इस प्रकार का भोजन खाते हो, विश्वास में वो और भी कमजोर हो सकते हैं या वो बाहर भी जा सकते हैं, इसलिए तुम्हें इन चीजों को छोड़ना है, परमेश्वर के नाम की महिमा के लिए ऐसा करना है। ഇവിടെ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ? നമുക്ക് ഭക്ഷിക്കാനുള്ള വ്യവസ്ഥയില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ വിപണനശാലകളിൽ കൊണ്ടുവരുന്ന പലതും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവിടെ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന മൃഗങ്ങളെ ആയിരുന്നു അറുത്തിരുന്നത് എന്നൊരു പഠനമുണ്ട്. അതുകൊണ്ടാണ് പലരും അന്നത്തെ ഭക്ഷണം വിലക്കിയിരുന്നത്. പക്ഷേ അതിനെ കഴിക്കാൻ തയ്യാറായ വിശ്വാസികളും ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഗ്രഹം ഏതുമില്ല, അതിൻ്റെ ശക്തി ഏതുമില്ല എന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് ഭക്ഷിച്ചവരുമുണ്ട്. അവരുടെ വിശ്വാസ ജീവിതത്തെ അവർക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. മാത്രമല്ല ഇത് ശക്തനായ ഒരാള്, അതായത് വിശ്വാസി സ്ട്രോങ് ആയ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ബലഹീനനായ ഒരു വിശ്വാസി ഇത് കഴിച്ചിട്ട് അയ്യോ അത് കഴിച്ച് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇത് കഴിച്ചല്ലോ, എനിക്ക് എന്തെങ്കിലും ഭവിക്കുമോ, ഞാൻ കഴിച്ചല്ലോ എനിക്ക് എന്തെങ്കിലും ഭവിക്കുമോ എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോൾ അവിടെയാണ് പിശാച് അതിനെ മുതലെടുക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അങ്ങനെ ബലഹീനനായവന് ഒരു പ്രശ്നം വരാതിരിക്കാൻ നീയും ആ ഭക്ഷണം വർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു താക്കീത് പൗലോസ് പറയുന്നത്. उन दिनों ऐसा होता था कि जो मांस पहले मूर्तियों को चढ़ाया जाता था, उसके बाद उसे बेचने के लिए लाया जाता था। तो यहाँ पे एक प्रश्न उठता है, क्या हम मूर्तियों के सामने चढ़ाए हुए चढ़ावे को खा सकते हैं क्या? जो लोग इसे खाते थे उनका कहना था कि मूर्तियां कुछ भी नहीं है, लेकिन पौलुस कहते हैं कि जो विश्वास में निर्बल है
वो यदि तुझे इसे खाते हुए देखेगा तो उसके मन में शैतान और भय उत्पन्न करेगा कि मैंने खा लिया, क्या मुझे कुछ होगा। इसलिए अच्छा ये है कि तुम भी इसे खाना बंद कर दो। Yeah, thank you. Briefly, we can say like that. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിലെ നമുക്ക് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം മറ്റൊരു വിശ്വാസിക്ക് ബലഹീനനായ വിശ്വാസിക്ക് ഒരിക്കലും ഒരു 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 പ്രശ്നമായി തീരരുത്. അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയരുത്. അവനെ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിശ്വാസമായിരിക്കണം, ഒരു വിശ്വാസത്തിന്റെ പ്രായോഗിക തലമായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. पौलुस कहते हैं कि आप विश्वास में बलवान हो, लेकिन अगर कोई विश्वास में कमजोर है तो आपके कारण वो परमेश्वर से और दूर नहीं होना है, बल्कि उसे भी आप अपने साथ रखो और उसे अपने साथ रख करके विश्वास में बढ़ाओ। यही परमेश्वर के सामने आपको करना उचित है। അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ലൈഫ് കൊണ്ട് പ്രായോഗിക ജീവിതം കൊണ്ട് തന്നെ അനേകർ ദൈവത്തിങ്കിലേക്ക് വരാനുള്ളൊരു മുഖാന്തരം കൂടി ഉണ്ടാകണം. യേശുവിലുള്ള വിശ്വാസത്തിൽ അനേകർ ഉറച്ചു നിൽക്കുവാനുള്ള മുഖാന്തരം കൂടെ നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് ഉണ്ടാകണം. അതാണ് ദൈവം നമ്മിലൂടെയും ആഗ്രഹിക്കുന്നത്. परमेश्वर चाहते हैं कि हमारे प्रायोगिक जीवन के द्वारा अनेक लोग मसीह में आए। അപ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പുസ്തകം വായിച്ചു. വളരെ ഖ്യാതി നേടിയിട്ടുള്ളൊരു പുസ്തകമാണ്. നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകാം. യേശു ആയിരുന്നു എങ്കിൽ എന്നൊരു ടൈറ്റിലോട് കൂടി ഉള്ളൊരു പുസ്തകമാണ്. യേശു ആയിരുന്നുവെങ്കിൽ എന്ന ടൈറ്റിലോട് കൂടിയ ഒരു പുസ്തകം. അതൊരു ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ വിവർത്തനമാണ്. വളരെ വളരെ പ്രയോജനം ചെയ്തൊരു പുസ്തകമാണ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയി തീർന്നിട്ടുണ്ട്. पिछले दिनों दास ने एक पुस्तक पढ़ा, यीशु यदि होते तो। ये पुस्तक बहुत ही अच्छी है, इससे दास को बहुत ही प्रोत्साहन मिला। അതില് ഒരു പള്ളിയിലെ വൈദികൻ ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കാനുള്ള മെസ്സേജ് പ്രിപ്പയർ ചെയ്യുകയായി. उस पुस्तक में एक चर्च के पादरी जी उस चर्च में भाषण सरमन देने के लिए वो संदेश तैयार कर रहे थे। തന്റെ ഒരു വീടിന്റെ മുകളിലുള്ള റൂമിൽ ഇരുന്നു കൊണ്ട് താൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ തന്റെ മകളും തന്റെ ഭാര്യയും കൂടെ മറ്റിതര ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിയിലേക്ക് പോകുന്നു. जब वो संदेश तैयार कर रहे थे, अपने घर के पहली मंजिल में बैठे हुए थे, उनकी पत्नी और उनकी बेटी किसी काम से बाहर चले गए। അങ്ങനെ ആ വൈദികൻ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 38-37 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, മുടിയെല്ലാം ഇങ്ങനെ ചെയ്യാതെ അതെല്ലാം വൃത്തിഹീനമായി കിടക്കുന്നു, നല്ല വസ്ത്രമില്ല, നല്ല ചെരുപ്പില്ല, നന്നായിട്ട് മുഖമൊന്നും മിനുക്കി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു വല്ലാത്ത നിലയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു ഭ്രാന്തനാണോ എന്ന് തോന്നുന്ന നിലയിലുള്ള ചെറുപ്പക്കാരൻ ഈ വൈദികന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തുന്നു. जब वो संदेश तैयार कर रहे थे तो उनके घर में एक 37 या 38 साल का एक व्यक्ति आता है, जो कि पहली दृष्टि में उसे देखने से ही उसके बाल बिखरे हुए थे, ना ही उसका चेहरा या उसके कपड़े साफ सुथरे थे, उसके पैरों में जूते भी नहीं थे। वो आकर के हमें वो दिखने में मानसिक रोगी के समान ही दिखता, वो आकर के कॉलिंग बेल बजाता है। ഒന്നിലധികം പ്രാവശ്യം ആ ചെറുപ്പക്കാരൻ കോളിംഗ് ബെല്ലിൽ അമർത്തിയപ്പോൾ ഈ വൈദികൻ മനസ്സില്ലാ മനസ്സോടെ മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. 2-3 बार बेल बजाने पर वो पादरी जी, उनका मन तो नहीं था, लेकिन फिर भी वो नीचे उतर के आते हैं। താഴേക്ക് ഇറങ്ങി വന്നിരിക്കുമ്പോൾ തന്നെ കതക് തുറന്നു നോക്കി കാണുമ്പോൾ അത്രയും സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയല്ല, വിരൂപനായ ഒരു വ്യക്തിയാണ്. जैसे ही वो दरवाजा खोलते तो उनको खुशी नहीं होती, क्योंकि जो सामने जो व्यक्ति खड़ा है वो उतना अच्छा नहीं है। അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് എന്തെങ്കിലും ജോലി തരണം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, എനിക്ക് എന്തെങ്കിലും ജോലി തരണം. तो व्यक्ति उनसे कहता है कि महोदय, मैंने बहुत दिन से खाना नहीं खाया, मुझे आप कुछ काम दीजिए। തന്റെ സഭാവിശ്വാസികൾക്ക് വേണ്ടി മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി
എന്ന് മനസ്സിലാക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കിയതിൻ്റെതായ ഒരു ദേഷ്യം ഈ പുരോഹിതനുണ്ട്. പക്ഷെ അത് പ്രകടമാക്കുന്നില്ലെങ്കിലും അവസാനം പറയുന്നു, നിനക്ക് ഇവിടെ ജോലിയൊന്നും തരാനില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പറഞ്ഞു വിടും. ये पादरी जी उन्हें, हालांकि जब वो संदेश तैयार कर रहे थे तो उन्हें थोड़ी असुविधा होती, लेकिन अपनी असुविधा को ना दिखा करके वो कहते हैं कि यहाँ तेरे लिए कोई काम नहीं है. അവിടുന്ന് ആ വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ പോയി, വീട്ടിൽ നിന്ന് പോയി മറ്റു സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. പിറ്റേ സൺഡേയില് ഇവരെല്ലാം ഒരുമിച്ച് പള്ളിയിൽ കൂടുന്ന സമയം ഈ വൈദികൻ പ്രസംഗിക്കാൻ വേണ്ടി പുൽപ്പെട്ട് നിൽക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി, ക്രിസ്തുവിനെ മാതൃകയാക്കുക, യേശുവിനെ മാതൃകയാക്കുക എന്ന ടൈറ്റിലോടുകൂടിയായിരുന്നു ഒരു പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത്. उसके बाद वो व्यक्ति वहां से चला जाता है. दूसरे दिन जब रविवार के दिन चर्च होता है तो पादरी जी भाषण देने के लिए, संदेश सुनाने के लिए खड़े होते हैं, और वो उनका जो संदेश का शीर्षक था वो था कि यीशु मसीह को आदर्श बनाइए. ക്രിസ്തുവിനെ മാതൃകയാക്കി എന്ന പ്രമേയത്തോടു കൂടി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പള്ളിയിലുള്ളവരുടെ എല്ലാവരുടെ കണ്ണ് പിൻപിലേക്ക് നോക്കുന്നത് കണ്ടു. ഈ വൈദികൻ നോക്കുമ്പോൾ വളരെ സുപരിതമായ ഒരു മുഖം, അധികം താമസിക്കേണ്ടി വന്നില്ല മുഖം തിരിച്ചറിയേണ്ടതിന്. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ വീടിന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. तो जब वो अपना संदेश सुना रहे थे, उनके संदेश का शीर्षक था यीशु मसीह हमारे आदर्श हैं, तो वो पाते हैं कि लोग पीछे मुड़कर देख रहे हैं. जब पादरी जी भी पीछे देखते हैं तो उनको पहचानने में देरी नहीं होती. 2-4 दिन पहले जो व्यक्ति उनके घर आया था वही व्यक्ति वहां बैठा हुआ था. വൈദികന്റെ പ്രസംഗം മുഴുവനും ആ മനുഷ്യൻ പിൻപിൽ നിന്ന് കേട്ടു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ, അത്ര കണ്ട് നല്ല വസ്ത്രമൊന്നുമല്ല, ഈ പള്ളിക്കകത്ത് ഒത്തിരി ആളുകളുണ്ട്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച ആളുകൾ, കൊയർ ടീം ഒക്കെയുണ്ട്. അവരെല്ലാം കാണുകയും ഈ വൈദികന്റെ പ്രസംഗം കഴിഞ്ഞ് ശേഷം ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നിട്ട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു. പ്രസംഗിച്ച പ്രസംഗം ഏതായിരുന്നു? ക്രിസ്തുവിനെ മാതൃകയാക്കുക. ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ വൈദികൻ പ്രസംഗിച്ചത് കേട്ടു, നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നവരാണോ ജീവിതം കൊണ്ട് എന്നൊരു ചോദ്യം. जैसे ही उनका संदेश समाप्त होता है, ये व्यक्ति, उसके कपड़े अभी भी गंदे हैं, वो सामने आता है और एक प्रश्न पूछता है, क्या आपके पादरी जी ने जो अभी संदेश सुनाया उसके अनुसार आप यीशु मसीह को अपना आदर्श बनाते हो? പള്ളിയിലുണ്ടായിരുന്നവരെല്ലാവരും എന്ത് തിരിച്ചു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, പ്രസംഗിച്ച വൈദികൻ ഉൾപ്പെടെ. ഈ ചെറുപ്പക്കാരന്റെ അടുത്തൊരു ചോദ്യം ഇതാണ്, കഴിഞ്ഞൊരാഴ്ച ഞാൻ നിങ്ങളിൽ പലരുടെയും വീടുകളിൽ വന്നിരുന്നു, നിങ്ങൾ പലരും എന്നെ കണ്ടു, ഞാനൊരു ജോലിക്ക് വേണ്ടിയും എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി, അല്പം ഭക്ഷണത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ പലരുടെയും വീടുകളിൽ വന്നു, പക്ഷേ പലരും എന്നെ അവഗണിച്ചു. അതിൽ അല്പം സ്നേഹം കാണിച്ചത് നിങ്ങളുടെ ഈ വൈദികൻ മാത്രമേ उल्लू. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, വീണ്ടും ക്രിസ്തുവിനെ നിങ്ങൾ മാതൃകയാക്കുന്നുണ്ടോ? वो व्यक्ति, उस व्यक्ति के प्रश्न पूछने पर पूरा चर्च जो है वो चुपचाप रहता है, क्योंकि वो कहता है कि पिछले कुछ दिनों पहले मैं तुम्हारे घर आया था और मैंने आपसे काम मांगा, लेकिन आप लोगों ने मुझे काम नहीं दिया, मुझे नकार दिया. थोड़ा बहुत प्यार से किसी ने कहा तो वो आपके पादरी जी थे. അക്ഷരാർത്ഥത്തിൽ നല്ലൊരു പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ച് ഓടിയിരുന്നായിരുന്നു പള്ളിയിലെ ആളുകൾ. ഈ വൈദികൻ നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളുമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു എന്ന് തന്റെ സമാജനങ്ങളെ കൊണ്ട് കേൾക്കാൻ അദ്ദേഹവും ആഗ്രഹിച്ചത്. പക്ഷേ ഈ ഒരു ചോദ്യം, ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം എല്ലാവരും മാറ്റിമറിച്ചു. അവൻ, ആ വൈദികൻ പറഞ്ഞത്, ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചതിനേക്കാൾ അപ്പുറമായി ആ ചെറുപ്പക്കാരന്റെ ചോദ്യം അനുവാചകരുടെ, പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഉൾത്തടത്തിൽ വലിയ ഇമ്പാക്ട് നൽകി എന്നാണ് പറയുന്നത്. तो पादरी जी बहुत अच्छा भाषण देते थे और चर्च के जितने लोग थे वो सब जानते थे, वो भाषण सुनने ही के लिए आते थे. लेकिन उनका कहना है कि मैंने 1 घंटे संदेश सुनाया, उसका उतना असर नहीं हुआ जितना कि इस व्यक्ति के प्रश्न पूछने का असर उन लोगों पर हुआ. പിന്നീട് സംഭവം എന്ന് പറയുന്നത്, കുറെ ദിവസം പിന്നീട് ആ മനുഷ്യൻ അവിടെ വീടുന്നു, പള്ളിക്കകത്ത് വീടുന്നു. പിന്നെ
പള്ളിയിലെ വൈദികനും അവിടെ വന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട് പള്ളിയിൽ, അവരെല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചു പോകുന്നു. അപ്പോഴും എല്ലാം അവരുടെ ഉള്ളിൽ എങ്ങനെ എപ്പോഴും മുടങ്ങി നിന്ന്, അവരുടെ ചെവിയിൽ മുടങ്ങി നിന്ന ശബ്ദമായിരുന്നു, ക്രിസ്തുവിനെ നിങ്ങൾ മാതൃകയാക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ യേശു ആയിരുന്നുവെങ്കിൽ, ആ സ്ഥാനത്ത് യേശു ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? तो उसके कुछ देर के बाद में वो व्यक्ति वहीं बेहोश हो जाता है। उस मीटिंग में डॉक्टर्स भी थे, वो उसका इलाज करते हैं, लेकिन उसको बचाया नहीं जाता। लेकिन लोगों के मन में वो सवाल उनके मन में आ जाता है, क्या आप यीशु मसीह को क्या आप आदर्श बना के उसी रूप में जीते हो? तो उस पुस्तक का जो शीर्षक था कि अगर आप मसीह की जगह, अगर मसीह आपकी जगह होते, ये बातें उनके कानों में गूंजने लगता है। In our day-to-day life, we need to give much priority to God. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ദൈവത്തിന്, നമ്മുടെ കർത്താവിന് കൂടുതൽ പ്രാധാന്യത കൊടുക്കണം. അപ്പോഴാണ് നമ്മിലൂടെ പലരും യേശുവിനെ അറിയാൻ മുഖാന്തരമായി തീരുന്നത്. हमें अपने जीवन में परमेश्वर को प्रधानता देनी है। अगर हम प्रधानता देंगे तभी हमारे जीवन से यीशु मसीह दूसरों को दिखाई देंगे। അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. तो हमने पढ़ा हमें एक दूसरे का आदर करना चाहिए और उनका अंगीकार करना चाहिए। നമ്മൾ യേശു കർത്താവിൽ മനസ്സിലാക്കുമ്പോൾ, യേശു കർത്താവിന്റെ ജീവിതം പഠിക്കുമ്പോൾ അറിയാം, യേശു കർത്താവ് താൻ കാണുന്ന ആളുകളോട് വെറും സഹതാപം കാണിക്കുക മാത്രമായിരുന്നില്ല. അയ്യോ പാവം ഉണ്ടല്ലോ, ഏറ്റവും ദീനമായ ഒരു അവസ്ഥ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് യേശു പോവുകയല്ല. സിമ്പതി മാത്രമായിരുന്നില്ല, അതിലപ്പുറമായിരുന്നു യേശു അവരോട് കാണിച്ചിരുന്ന കരുണ എന്ന് പറയുന്നത്. അവനായിരിക്കുന്ന അവസ്ഥകളിൽ ഇറങ്ങിച്ചെന്ന് സഹായിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. हम यीशु मसीह के जीवन से हम ये सीखते हैं कि यीशु मसीह ना केवल सहानुभूति ही नहीं दिखाते थे, बल्कि उनके जीवन से उनके लिए करुणा प्रदर्शित होता था। വിശക്കുന്ന ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, കുഷ്ഠരോഗിയെ കണ്ടാൽ അദ്ദേഹത്തെ തൊട്ട് സൗഖ്യമാക്കുന്ന അനുഭവം, അതായിരുന്നു യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് അനുവർത്തിച്ചിരുന്ന നിലപാടുകൾ എന്ന് പറയുന്നത്. यीशु मसीह ने अपनी सेवकाई में ऐसा किया, अगर कोई कुष्ठ रोगी है तो उसको छू के चंगाई दी, कोई भूखा है तो उसे भोजन दिया। അപ്പോൾ 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും ആകത്തുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. 14 अध्याय का 1 से लेके 12 तक के वचनों में हम यही पाते हैं कि हमें दूसरों को आदर देना चाहिए और सबको अंगीकार करना चाहिए। ഇനി 13-ാം വാക്യം തൊട്ട് 23-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. 14-ാം അധ്യായം 13-ാം വാക്യം തൊട്ട് 23-ാമത് വാക്യം വരെ ശക്തന്മാരായവരുടെ കടമയാണ്. അതായത് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിൽ ശക്തരായവർ അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് 13 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ശക്തന്മാരായവരുടെ കടമകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഒബ്ലിഗേഷൻസ് ആണ്. 13 से लेके 23 तक में जो बलवान है उनका उत्तरदायित्व इसमें बताया गया है, उन्हें क्या करना है। I would like to read that Bible verses for you, verses 13 to 23. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരനെ ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിക്കുവാൻ മാത്രം ഉറച്ചു കൊള്ളുവിൻ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു. വലുതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കുമുള്ളത് ശ്രമിച്ചു കൊള്ളുക. ഭക്ഷണം നിമിത്തം ദൈവ നിർമ്മാണത്തെ അടിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം
ദൈവസരതി നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഓക്കെ, ശക്തന്മാരായവരുടെ കടമയാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഞാൻ നോട്ട് എഴുതുന്നവർക്ക് എഴുതത്തക്ക നിലയിൽ ഒരു ചെറിയ പോർഷൻ പറയുന്നു. നോട്ട് എഴുതുന്നവർക്ക് എഴുതത്തക്ക നിലയിൽ ഈ വാക്യങ്ങളിൽ ശക്തരായവരെ സംബോധന ചെയ്ത് പൗലോസ് സംസാരിക്കുന്നു. इन वाक्यों में बलवानों को संबोधित किया गया है. സ്നേഹത്തിന്റെ ആത്മാവിലായിരിക്കണം മറ്റുള്ളവരെ വീക്ഷിക്കുന്നതും വിലയിരുത്തുന്നതും. അതോടൊപ്പം തന്നെ ബലഹീന സഹോദരനെ പറ്റി പ്രത്യേക കരുതലും പരിഗണനയും ഉണ്ടാകേണ്ടതാണ്. स्नेह की आत्मा से भर करके दूसरों को देखना चाहिए और जो निर्बल है उनके लिए आपको उनकी खास चिंता करनी है, उन्हें उनकी देखरेख करनी है. ഭക്ഷണ കാര്യങ്ങളിലെ വിവേചനം പാടുള്ളതല്ല. ഒരു വസ്തുവും അതിൽ തന്നെ അശുദ്ധമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ വർജിക്കേണ്ടതില്ല. भोजन के लिए परमेश्वर का काम हमें बिगाड़ना नहीं है. सब कुछ शुद्ध है और कोई भी भोजन वस्तु अशुद्ध नहीं है. 1 തിമോഥെയോസ് ലേഖനം 4:4-5 ഒരാളൊന്ന് വായിച്ചു നൽകിയാട്ടെ. 1 തിമോഥെയോസ് ലേഖനം 4:4-5 വാക്യം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല എന്നവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് അല്ലെ. സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഭക്ഷണ കാര്യങ്ങൾ വിവേചനം പാടുള്ളതല്ല. ഒരു വസ്തുവും അതിൽ തന്നെ അശുദ്ധമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം, നമ്മൾക്ക് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ? വിഗ്രഹാർപ്പിതമാണെന്ന് മനസ്സിലായി നാം അത് ഭക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി അത് നമ്മൾ പല ഹോട്ടലുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നവരാണ്. പ്രത്യേകിച്ച് എല്ലാം നമ്മള് വിശ്വാസികളുടെ ഹോട്ടലുകളൊന്നുമല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊന്ന്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കും. അവരൊക്കെ അവരുടെ ദൈവങ്ങളുടെ മുമ്പാകെ അർപ്പിക്കും. രാവിലത്തെ അവരുടെ ഫസ്റ്റ് ഫുഡ് അവരുണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ ദൈവത്തിന് മുമ്പാകെ അർപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ഫുഡ് നൽകുന്നത്. നമ്മളത് ഒരു വിശ്വാസി ആയതുകൊണ്ടും ഹോട്ടലിൽ ഭക്ഷണത്തിന് കയറുമ്പോഴും എല്ലാം നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം സ്തോത്രം ചെയ്താണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതേത് വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ചതാണെങ്കിലും ഏത് നാമത്തിന് മുമ്പിൽ അർപ്പിച്ചതാണെങ്കിലും അതൊന്നും നമ്മെ ബാധിക്കില്ലെന്നാണ് തിരുവിടത്ത് അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വചനത്തിലൂടെ ശക്തമായി പൗലോസ് ഇവിടെ താക്കീത് ചെയ്യുന്നത്, ഓർപ്പിക്കുന്നു. पहली तिमोथी 4 अध्याय का 4 और 5वां वचन, क्योंकि परमेश्वर की सृजी हुई हर एक वस्तु अच्छी है और कोई वस्तु अस्वीकार करने के योग्य नहीं, पर यह कि धन्यवाद के साथ खाई जाए, क्योंकि परमेश्वर के वचन के द्वारा और प्रार्थना के द्वारा शुद्ध हो जाती है. तो इसके द्वारा हमें ये समझ में आता है कि किसी भी भोजन वस्तु को हमें अस्वीकार नहीं करना है, क्योंकि सब चीज शुद्ध है. जो भी हम खाएंगे धन्यवाद के साथ प्रार्थना के साथ खाएंगे तो वो शुद्ध हो जाएगा. बस ऐसा. മർക്കോസിന്റെ സുവിശേഷം 15:16 ശ്രദ്ധിച്ച്. ചാപ്റ്റർ 15 വേഴ്സ് 16. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 15 വേഴ്സ് 16. സോറി സാറേ ഒരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ. ആരാ ചോദിക്കുന്നത്? എൽസി ആന്റി. വീഡിയോ ചോദിച്ചോ, കുറച്ച് ശബ്ദത്തിൽ ചോദിച്ചു.
പന്നിയിറച്ചി കഴിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചൊരു സംശയം. പുതിയ നിയമവ്യവസ്ഥയിൽ നമുക്ക് ഏതും ഭക്ഷിക്കാം. നമ്മള് യാക്കോബ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ജെറുസലേം കൗൺസിലിങ്ങിന് ശേഷം അവർക്കൊരു പ്രമാണം നൽകുന്ന ഒരു റൂൾസ് കൊടുക്കുന്ന കാര്യം ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുന്നത് ശ്വാസം മുട്ടിച്ച് കൊന്നത്, രക്തം വേണ്ടത്, അതൊക്കെ വർജിക്കണമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ഇന്നത് കഴിക്കാവൂ എന്നൊരു നിബന്ധന ഇല്ല. ഇവിടുത്തെ എനിക്ക് മനസ്സിലായി. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മള് ഈ ഇറച്ചികളൊക്കെ അറുത്ത് കഴിക്കണം, ഇപ്പൊ പറഞ്ഞതിന് മനസ്സിലായി കഴിക്കണമെന്ന്. പക്ഷെ ഇന്ന് അതെല്ലാം ആക്ച്വലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാരൊന്നും അല്ലല്ലോ, വേറെ റിലിജിയൻ അല്ലേ. അവര് ഈ തലക്കൊക്കെ അടിച്ചൊക്കെയല്ലേ കൊല്ലുന്നത് മൃഗങ്ങളെ. ചോദ്യമാണ് അറുത്തു ഭക്ഷിക്കലെന്നാണ് പ്രമാണം. അത് ആക്ച്വലി നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഈ മുസ്ലിം വിഭാഗക്കാർ കൂടുതലുള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അറുത്താണ്. പക്ഷെ നമുക്കത് ആ നിലകളിൽ ലഭ്യമാകുന്നില്ല, ആ നിലകളിൽ ഭക്ഷണം ലഭ്യമാകുന്നില്ല. ആ രീതിയിലാണ് അവർ കൊല്ലുന്നത്. നമുക്കത് വിപണിയിൽ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ച് കഴിക്കുന്നു. ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചു വരുന്നത് പോലെ സ്തോത്രം ചെയ്താണല്ലോ നമ്മൾ അത് ഭക്ഷിക്കുന്നത് കൊണ്ട് ആ നിലകളിൽ നമ്മെ ബാധിക്കാതെ ദൈവം സംരക്ഷിക്കുന്നു എന്നൊരാശയം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതര സ്ഥലങ്ങളിൽ അറുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ ഈ പറയുന്ന പോലെ വിദേശത്ത് കിട്ടുന്നുണ്ട്, പക്ഷേ സ്ലോട്ടർ ചെയ്യുന്ന അങ്ങനെ. പക്ഷേ നമ്മുടെ നാട്ടില് അങ്ങനെയല്ല, മജോറിറ്റി അങ്ങനെയല്ല. കറക്റ്റ് ആണ്. പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഏരിയകളിൽ അവർ ആ രീതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ഈവൻ അവര് ഈ വേറൊരു ഇതുണ്ടല്ലോ, അവര് ഈ ചോദിക്കുന്നത്, അവര് ഈ മന്ത്രോച്ചാരണം അതൊക്കെ ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുന്നത്, സ്ലോട്ടർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. സെക്കൻഡ് തിങ്, ചില കാട്ടിലെ ചില ജീവികളെ വെള്ളത്തിൽ മുക്കി കൊന്ന് കഴിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാമോ? ചില ജീവജാലങ്ങളെ ഞാൻ പേര് പറയുന്നില്ല പാർട്ടിക്കുലർ ആയിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന സംഭവം ഞാൻ ആദ്യമാണ് കേൾക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ ആന്റി പറഞ്ഞ രണ്ടാമത്തെ ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന സംഭവം, അങ്ങനെ ഭക്ഷിക്കുന്ന സംഭവത്തെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് എനിക്ക്. പിന്നെ ഈ ഞങ്ങളുടെയൊക്കെ ഏരിയകളിലൊക്കെ ഈ അതിനെ അടിച്ചു കൊല്ലുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതിന്റെ റൂൾസ് വന്യജീവി അത് എതിരായോണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഉണ്ട്, അതുകൊണ്ട് ഞാനത് ജീവികളൊന്നും പറയുന്നില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയൊക്കെ നമ്മളതിന് ബുച്ചർ ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കുക, പ്രിപ്പയർ ചെയ്യുക, സ്തോത്രം ചെയ്യുക, ഭക്ഷിക്കുക. ഇതിന്റെ റൂട്ട് നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇപ്പം ആഴമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അത് തന്നെയായിരുന്നു അന്നത്തെ, ഇപ്പൊ ആന്റി പറഞ്ഞ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു അന്നത്തെ സഭയില് പ്രത്യേകിച്ച് വിഷയം. കൊരിന്ത് പട്ടണങ്ങളിലൊക്കെ കൊരിന്തിയ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗങ്ങളെ പലതുമായിരുന്നു അവിടുത്തെ വിപണികളിൽ, കശാപ്പ് ശാലകളിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോറേജുകളിൽ വിറ്റിരുന്നത്. മാത്രമല്ല, തീർത്തും പാവപ്പെട്ട വിശ്വാസികളുണ്ട്, അവരത് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്നറിയാമോ, അല്ലാത്ത മാംസം ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു. അപ്പൊ ചീപ്പ് റേറ്റിലായിരുന്നു ഈ ഭക്ഷണം
കിട്ടിയിരുന്നത്. അതവർ വാങ്ങിച്ചുകൊണ്ട് പോയി വിശ്വാസികളും സ്തോത്രം ചെയ്ത് ഭക്ഷിച്ചിരുന്നു. അപ്പോൾ അവരെ അത് ബാധിച്ചിരുന്നില്ല. കാരണം തിരുവചനത്തിന്റെ വ്യവസ്ഥ വെച്ച് അവരതിന് സ്തോത്രം ചെയ്ത് ഭക്ഷിച്ചപ്പോൾ അവരെ അത് ബാധിച്ചില്ല എന്നതും നമുക്കത് തെളിവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 1 തിമോഥെയോസ് വായിച്ചതുപോലെ. അപ്പൊ തന്നെ നമുക്കൊരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കാരണം ഒരു കാര്യം വിഗ്രഹാർപ്പിതമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൈ കൊണ്ട് തന്ന നാം ഭക്ഷിക്കണോ? ഒരിക്കലും ഇല്ല എന്ന് വേണം നമ്മൾ അത് തിരുവെടുത്ത് പറയാൻ. അപ്പൊ തന്നെ എത്രയോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ. അതെല്ലാം കൃപയിൽ നിൽക്കുന്ന വിശ്വാസി എന്ന നിലയിൽ നമ്മൾ സ്തോത്രം ചെയ്താണ് ഭക്ഷിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളത് അകത്ത് ചെന്ന് കഴിഞ്ഞ് അയ്യോ ഇതെന്നെ ബാധിക്കുമോ എന്ന് ചിന്തയൊന്നും നമ്മെ വരിക്കണ്ട. കാരണം അത് തന്നെ ഞാനിപ്പോൾ നിങ്ങളെ യേശു കർത്താവ് പറഞ്ഞ കാര്യം മർക്കോസ് സുവിശേഷം 7:15 വായിപ്പിക്കാൻ ആഗ്രഹിച്ചത്. എന്താ യേശു പറഞ്ഞത്? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നത് യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അശുദ്ധമാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവസാനം ഒരു അഭിപ്രായത്തിലേക്കും ഒരു സജഷനിലേക്കും വരുമ്പോൾ വിഗ്രഹാർപ്പിതമാണെന്ന് ബോധ്യമായത് നാം തിരസ്കരിക്കുക. അറിയാതെ ഭക്ഷിച്ചു പോയി എത്രയോ കാര്യങ്ങൾ ഭക്ഷിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം സ്തോത്രം ചെയ്തായതുകൊണ്ടും നമ്മെ ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ? मरकुस रचित सुसमाचार 7वें अध्याय के 15वें वचन में यीशु मसीह ने कहा, ऐसी तो कोई वस्तु नहीं जो मनुष्य में बाहर से समाकर अशुद्ध करे, परंतु जो वस्तुएं मनुष्य के भीतर से निकलती है वे ही उसे अशुद्ध करती है। तो हम इसके आधार पे कह सकते हैं कि जो हम खाते हैं उससे हम अशुद्ध नहीं होते, लेकिन अगर हमें मालूम है कि ये मूर्तियों के आगे चढ़ाया गया है तो हम इस बात को जान करके उसे नहीं खाएं। ഓക്കെ. റോമാലേഖനം 14:15-16 നമ്മൾ വായിച്ചു. 15-16 നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ച നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ഇവിടെ പൗലോസ് പറയുന്നത് മറ്റുള്ളവനെ കരുതാനുള്ള ഒരു ആഹ്വാനമാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിൽ ശക്തന്മാരായ ആളുകൾ പറയുന്നു ഒന്നും അശുദ്ധമല്ല, എല്ലാം ഭക്ഷിക്കാം, ഒന്നും അശുദ്ധമല്ല, കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിൽ കുറച്ച് കരുത്തുള്ള ആൾ പറയും ഒന്നും അശുദ്ധമല്ല. പക്ഷേ അശുദ്ധമല്ല എന്ന് പറഞ്ഞ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അശുദ്ധമല്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ കരുത്തുള്ളവൻ ഈ കാര്യങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പാവപ്പെട്ട ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ദരിദ്രനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്കും സ്ട്രോങ് അല്ല വിശ്വാസത്തിൽ. അവനും കണ്ടിട്ട് ഇത് ഭക്ഷിച്ചിട്ട് അവന്റെ ഉള്ളിൽ പിന്നെ മറ്റൊരു ചിന്ത വന്നാൽ അത് ഒരു ദോഷമായി ബാധിക്കുന്നു. അതുകൊണ്ട് അവനെ ഓർത്ത് ചിലത് വേണ്ട എന്ന് വെക്കുവാനാണ്. അപരന്റെ നന്മയ്ക്ക് വേണ്ടി, സഹോദരന്റെ നന്മയ്ക്ക് വേണ്ടി, അവൻ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി നീ അല്പം മാംസഭക്ഷണം വേണ്ടെന്ന് വെക്കേണ്ടി വന്നാൽ അത് വേണ്ടെന്ന് വെക്കാനാണ് പൗലോസ് ശക്തന്മാരായവരോട് പറയുന്നത്. तो यहाँ 14वें अध्याय के 15वें और 16वें वचन में हम पाते हैं कि यदि तेरा भाई तेरे भोजन के कारण उदास होता है तो फिर तू प्रेम की रीति से नहीं चलता, जिसके लिए मसीह मरा उसको तू अपने भोजन के द्वारा नाश ना कर, अब तुम्हारी भलाई की निंदा ना होने पाए। तो हम इसमें पाते हैं कि जो विश्वास में मजबूत है वो कहता है कि कोई चीज अशुद्ध नहीं है, बट जो विश्वास में निर्बल है अगर वो इन चीजों को खा ले और उसके मन में संदेह हो तो ये उसके लिए दोष का कारण होगा, और तू अपने भाई की भलाई के लिए ऐसी चीजों को मत खा। यही कहते हैं पौलोस। നമ്മൾ 14:17 വായിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നമ്മെ ഭരിക്കണമെന്ന ആത്യന്തിക ചിന്ത ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം. സ്വത്രം മനസ്സിലാകുന്നു.
ഭക്ഷണകാര്യത്തിൽ നമ്മെ നിയന്ത്രിക്കേണ്ട ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്ത എന്ന് പറയുമ്പോൾ അത് പല നിലകളിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം നിങ്ങളിലേക്ക് പല നിലകളിൽ വ്യാഖ്യാനിക്കാൻ പറ്റും, ചിന്ത വരാം. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഇതൊന്നുമല്ല ഇവിടെ കഴിക്കുന്ന ഭക്ഷണമോ ചിലത് വർജിക്കുന്നോ ചിലത് കഴിക്കുന്നോ ഒന്നുമല്ല ഇവിടെ വിഷയം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവസനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ അമിത ഭക്ഷണം പാപമാണെന്നുള്ള വസ്തുത തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? അമിത ഭക്ഷണം പാപമാണ്. അതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം തന്നെയാണ് ചില രോഗങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെയാണെന്നല്ല, നാം കഴിക്കുന്ന ചില അമിത ഭക്ഷണങ്ങളോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ്. എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു അഭിപ്രായത്തിലും നാം നിയന്ത്രിക്കേണ്ടുന്ന ഭക്ഷണം നാം നിയന്ത്രിക്കണം. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വിശ്വാസികൾക്ക് തന്നെ, ഷുഗർ പേഷ്യൻസാ, ഇനിയിപ്പോ എന്താ നോക്കുന്നത്, ഇനി ഭക്ഷണം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ദൈവമല്ലേ നൽകുന്നത്, എല്ലാം നൽകുന്നത് ദൈവമാണെന്ന് പറഞ്ഞ് അങ്ങ് കഴിക്കുന്നു. സ്വോത്രം ചെയ്ത് പക്ഷെ ഒന്നും വരത്തില്ല എന്നൊക്കെ ആ ഒരു വചനമൊക്കെ ആ രീതിയിൽ കോട്ട് ചെയ്ത് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഷുഗർ പേഷ്യന്റ് സത്യത്തിൽ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ലിമിറ്റേഷൻ വെക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് വർദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ രോഗലക്ഷണം. അപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഒക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാകാം പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാ നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു പോർഷൻ ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മന്ദിരത്തെ. മന്ദിരം എന്ന് ഉദ്ദേശിച്ച ശരീരമാണ്. ഇതിനെ പല നിലകളിൽ നശിപ്പിക്കാൻ പറ്റും. അമിത ഭക്ഷണങ്ങൾ കൊണ്ടും ജീവിതത്തിന്റെ തെറ്റായ നിലപാടുകൾ കൊണ്ടും ഒക്കെ നശിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നൊരാശ അവിടെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ ഭക്ഷണം കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. हम 17वें वचन में देखते हैं, क्योंकि परमेश्वर का राज्य खाना पीना नहीं परंतु धर्म और मिलाप और वह आनंद है। हम पाते हैं कि हमें हमेशा परमेश्वर के राज्य के बारे में सोचना है, और हमारा ये शरीर जो है ये परमेश्वर का मंदिर है। तो हमें ना तो ज्यादा खाना खाने से ज्यादा खाना खाना पाप है, ये वचन हमें सिखाता है। तो हमारे खाने से ही हमारे शरीर में रोग के रूप में उसके प्रति ज्यादा खाना खाने से रोग के रूप में उसकी प्रतिक्रिया होती है। तो हमें अपने शरीर की रक्षा स्वयं करनी है, क्योंकि ये परमेश्वर का मंदिर है। ഓക്കെ, അപ്പൊ നമ്മെ ഭരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ചിന്ത ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണമെന്നാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. तो पौलुस हमें याद दिलाते हैं कि हमारे मन में हमेशा ये बात आनी चाहिए परमेश्वर के राज्य के बारे में। Verses 19 and 20, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കും ഉള്ളത് ശ്രമിച്ചു കൊള്ളുക. ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അടിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യനത് ദോഷമത്രേ. 19 and 20, ഓക്കെ. ശക്തരായാലും അശക്തരായാലും അന്യോന്യം ആത്മീയ വർധന വരുത്തുന്നതും സമാധാനം നിലനിർത്തുന്നതുമായി കാര്യങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കണം. കേട്ടോ, ഒന്നുകൂടെ പറയുന്നു, ശക്തരായാലും അശക്തരായാലും അന്യോന്യം ആത്മിക വർധന വരുത്തുന്നതും സമാധാനം നിലനിർത്തുന്നതുമായ കാര്യങ്ങളിൽ വ്യാപൃതരാകണം. यहाँ हम 19वें वचन और 20वें वचन में हम पढ़ते हैं, इसलिए कि इन बातों का प्रयत्न करो जिससे मेल मिलाप और एक दूसरे का सुधार हो, भोजन के लिए परमेश्वर का काम ना बिगाड़। तो हम यहाँ पाते हैं कि हमें एक दूसरों की आत्मिक वृद्धि के लिए काम करना चाहिए और परस्पर मेल मिलाप से रहना चाहिए। ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യാത്മാവിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്. സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യരുത്. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും ഇരിക്കുന്നത് നന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് പൗലോസ് 21-ാം വാക്യത്തിൽ പറയുന്നത്. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്താതെ യാതൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. 21वें वचन में हम पाते हैं, भला तो यह है कि तू ना मांस खाए और ना दाखरस पिए, क्योंकि अगर हम ऐसा करते हैं तो हमें भाई के ठोकर खाने का कारण नहीं होना चाहिए। 1 കൊരിന്ത്യർ 8:13 കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 8:13.
ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയെ തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. पहली कुरिन्थी 8वें अध्याय का 13वां वचन. അപ്പോൾ വിശ്വാസത്തിൽ ശക്തന്മാരെന്ന് അഭിമാനിക്കുന്നവരോട് പൗലോസ് പറയുന്നു, നീ വീഞ്ഞു കുടിക്കുന്നതും നീ മാംസം ഭക്ഷിക്കുന്നതും കണ്ടിട്ട് വിശ്വാസത്തിൽ ബലഹീനനായ ഒരുവന് അത് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ടാകുന്നുവെന്ന് നിനക്ക് ബോധ്യമായാൽ നീ എന്ത് ചെയ്യണം? മാംസം ഭക്ഷിക്കാതിരിക്കണം, വീഞ്ഞു കുടിക്കാതിരിക്കണം. കാരണം അവൻ ദൈവകൃപയ്ക്കകത്ത് നിൽക്കണം. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഒരു ഡിനയിങ് ആണ് ഇവിടെ കാണുന്നത്. ഡിനയിങ് ആണ്, അത് ഒരു ത്യജിച്ച് കളയുന്ന, ചിലതിനെ ത്യജിക്കേണ്ടുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. हम यहाँ पाते हैं पौलुस कहते हैं कि बलवानों से खास तौर पे अगर तेरे मांस खाने या दाखरस पीने से तेरे भाई को ठोकर लगती है तो अच्छा ये होगा ये जान करके तुझे उन चीजों को छोड़ देना चाहिए, उन चीजों से दूर रहना चाहिए, वर्जित करना चाहिए. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവരെ നേടാൻ പറ്റുകയുള്ളൂ. വിശ്വാസത്തിൽ ബലഹീനരായവന് നേടണമെങ്കിൽ ശക്തന്മാരോട് പറയുന്ന കടമകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാം വാക്യം തൊട്ട് 23-ാം വാക്യം വരെയുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം? അവൻ ഒരു സംശയം ചോദിക്കട്ടെ സാറേ, ഈ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് നമ്മള് ആഹാരം, നമ്മളെ ഒരു സഹോദരൻ നമ്മുടെ കൂടെ ഇരുന്ന് മാംസം കഴിക്കാത്ത ഒരു സഹോദരന്റെ കൂടെ ആ സഹോദരൻ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ആ സഹോദരന്റെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ മാംസം കഴിക്കരുതെന്നാണ്? ഒരിക്കലും മാംസം കഴിക്കരുതെന്നാണ്. അല്ല, ഈ ഇപ്പൊ ഒരു വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഓക്കെ, ആ സഹോദരന് അത് ഇടർച്ച വരുത്താതിരിക്കാൻ ആ സഹോദരന്റെ കൂടെ കഴിക്കാതിരിക്കാൻ കഴിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളുടെ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരേ ടേബിൾ അദ്ദേഹത്തിന് നമ്മൾ കഴിക്കുന്ന മാംസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കഴിക്കുന്ന ഇടർച്ചയെന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് അസ്വസ്ഥനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ സ്മെൽ അസ്വസ്ഥനാണെങ്കിൽ നമ്മൾ അന്നത്തെ ഡിന്നറിൽ അല്ലെങ്കിൽ അന്നത്തെ ഫുഡിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും നമുക്ക് എന്താ നമുക്ക് ഉള്ള ഒരു സാമാന്യ മര്യാദ എന്നൊക്കെ പറയാം അല്ലെ, കോമൺ സാമാന്യം. ഇവിടുത്തെ വിഷയം അതിലും കുറച്ചുകൂടെ തീവ്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം കേട്ടോ. നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം അതിലും തീവ്രമാണ്. തീവ്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ബലഹീന വിശ്വാസികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള മാംസം ഭക്ഷിച്ചാൽ അത് ഞങ്ങളെ ആ ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന മാംസങ്ങൾ പണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച മൃഗങ്ങളുടെ മാംസങ്ങളായി അത് ചീപ്പ് റേറ്റിൽ കിട്ടുന്നു. അത് അപ്പൊ ദരിദ്രനാന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിശ്വാസത്തിൽ ശക്തരാണ്, വാങ്ങിച്ച് ഭക്ഷിക്കുന്നു. ചിലർക്ക് ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇത് ഭക്ഷിച്ചാൽ എന്തെങ്കിലും വരുമോ? അപ്പോൾ അങ്ങനെ ഉള്ളവൻ ഒരുവൻ നിന്റെ മുമ്പിൽ ഭക്ഷണത്തിൽ നിശ്ചയമായിട്ട് അത് മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് നോ പ്രോബ്ലം, യു ക്യാൻ ഈറ്റ്, നോ പ്രോബ്ലം. താങ്ക് യു. അടുത്തത് 22-ഉം 23-ഉം വാക്യങ്ങൾ. 22-ഉം 23-ഉം വാക്യങ്ങൾ. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനായി തീരും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഇത് രണ്ടു കൂട്ടരോടും പറയുന്ന ഉപദേശമാണ്. ശക്തനോടും അശക്തനോടും പറയുന്ന ഉപദേശമാണ് 22-ഉം 23-ഉം വാക്യം. എന്താ പറയുന്നത്? ആദ്യം ശക്തനായവനോട് പറയുന്നു, ഭക്ഷണപരമായ കാര്യങ്ങൾ നിന്റെ വിശ്വാസത്തെ ബാധിക്കുകയില്ല നീ പറയുന്നുവെങ്കിൽ നല്ലത് തന്നെ, തന്നെത്താൻ അത് മനസ്സിൽ വെച്ചുകൊള്ളണം. ബലഹീന മനസാക്ഷിയുള്ള നിന്റെ സഹോദരൻ പ്രയാസമുളവാക്കത്തക്ക നിലയിൽ ഒരു വിധത്തിലും പരസ്യമായി നീ ചെയ്യരുത്. കണ്ടോ? ആശയം മനസ്സിലായോ? ओके, ट्रांसलेशन प्लीज. ओके, 22 और 23वें वचन में हम इस प्रकार पाते हैं, ये दोनों जो वचन है ये बलवानों और निर्बलों दोनों के लिए कहा गया है. पौलुस कहते हैं जो विश्वास में बलवान है उनसे कहते हैं
कि हाँ ठीक है कि अगर तेरे मन में ये बात आती है कि हर चीज शुद्ध है, लेकिन तू अपने निर्बल भाई के सामने प्रत्यक्ष रूप में ऐसा नहीं करना, क्योंकि ये उसके ठोकर खाने का कारण बन सकता है और ये करना ठीक नहीं है तेरे लिए। ഓക്കെ, അപ്പോൾ ശക്തന്മാരോട് പറയുന്നു നിനക്ക് എല്ലാത്തിലും ഓക്കെ ആണ്, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാം. പക്ഷെ അതൊരു പരസ്യ പ്രകടനമാക്കി ഈ എന്നെ ഒന്നും ബാധിക്കില്ല എന്ന നിലയിൽ നീ ചെയ്യരുത്. അത് വിശ്വാസത്തിൽ ബലഹീനനായി കണ്ടാൽ അവന് ബുദ്ധിമുട്ടുള്ളവാക്കും. പിന്നെ രണ്ടാമത് ബലഹീന മനസാക്ഷിയുള്ളവനോട് പറയുന്നു, മറ്റുള്ളവർ പറയുന്ന കേട്ട് നീ ഒന്നും ഭയപ്പെടണ്ട. നിന്റെ മനസാക്ഷി വഞ്ചിച്ചൊന്നും ചെയ്യാതിരിക്കുക. മനസാക്ഷി വഞ്ചിച്ച് തിന്നരുത്. നിന്റെ ഹൃദയം നിന്നോട്, നിന്റെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ തിന്നണ്ട. അപ്പോ ആ സമയത്ത് വിശ്വാസത്തിൽ ശക്തനാവും. ഇതും പറയും തിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞും എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ മനസാക്ഷി തിന്നരുത് തിന്നരുത് പറയുന്നുണ്ടെങ്കിൽ തിന്നാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ പൗലോസ് രണ്ടു കൂട്ടരോടും പറയുന്നത്. ശക്തന്മാരോട് പറയുന്നു നീ സ്ട്രോങ് ഹോൾഡ് ആണ്, പക്ഷേ നീ ചെയ്യുന്നത് പരസ്യ പ്രകടനമാക്കി ചെയ്യരുത്. വിശ്വാസി ബലഹീനനായവനോട് പറയുന്നു നീ സ്ട്രോങ്ങർ അല്ല അത്ര തന്നെ, പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നീ ഭക്ഷിക്കാനിരിക്കണ്ട. നിന്റെ മനസാക്ഷി എന്തു പറയുന്നു അത് ചെയ്യാൻ തയ്യാറാകുക. यहाँ पौलुस निर्बलों से कहते हैं कि अगर तू दूसरों की बातें मत सुन। अगर तेरा विवेक कहता है कि ऐसा करना ठीक नहीं है तो तुझे वैसा नहीं करना चाहिए। नहीं खाना है तो नहीं खाना है. ഒരു ഡിനൈങ് ആണ് സത്യത്തിൽ ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. ശക്തന്മാരോട് പറയുന്നു ചിലത് നമ്മൾ അങ്ങ് മാറ്റി വെക്കണം. വിശ്വാസി ശക്തന്മാരാണെന്ന് പറയുന്നവർ ചിലത് ഡിനൈ ചെയ്യണം, ത്യജിച്ച് കളയണം, വർജിക്കണം മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി. കുരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമല്ലേ, സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം. സ്വന്തം ഗുണം മാത്രമല്ല, അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് ദൈവകൃപയ്ക്കകത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം. ഇവിടെ സ്നാപക യോഹന്നാന്റെ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഞാനോ കുറയണം, നീയോ വളരണം. ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിൽ നേരെ തിരിച്ചാണ്, നീയോ കുറയണം, ഞാനോ വളരണം. You can translate. तो यहाँ पे हम पाते हैं कि हमें छोड़ना या वर्जित करने के ज्यादा महत्व दिया गया है। और हम कोरिन्थियों की पत्री में पढ़ते हैं कि हमें अपने स्वयं के गुणों से ज्यादा दूसरों के गुणों को देखना चाहिए। यूहन्ना कहते हैं, बपतिस्मा देने वाले यूहन्ना ने कहा कि मैं घटूं वो मुझ में बढ़े, पर आज इसकी विपरीत बातें दिखाई दे रही है. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ത്യജിക്കലിന്റെ ഒരു മാർഗം കൂടെയാണ്. ത്യജിക്കൽ ചിലതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ നന്മയ്ക്ക് വേണ്ടി ത്യജിക്കേണ്ടി വരും. ത്യജിക്കലിന്റെ മാർഗം കൂടിയാണ്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. हमारा मसीही जीवन इस प्रकार होना चाहिए कि हमें बहुत चीजों को दूसरों के लिए छोड़ना चाहिए. ഇനി എനിക്ക് തോന്നുന്നു നാളത്തെ ക്ലാസ് എന്റെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. 15-ാം അധ്യായം എന്നോടാ സാറ് പറഞ്ഞത്. ഞാൻ തുടങ്ങി വെക്കാൻ താല്പര്യമുണ്ട്. ആണോ സാറേ? ഓക്കെ, താങ്ക് യു. 15-ാം അധ്യായം നമുക്ക് പ്രവേശിക്കാം. നമ്മൾ 15-ാം അധ്യായം 13 വരെയുള്ള ഭാഗത്തിനാണ് ആദ്യം ടൈറ്റിൽ നൽകിയത്, ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവും. അപ്പോൾ 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയാണ്. അവിടെ ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്, അതാണ് അവിടെ കാണുന്നത്. 14-ാം അധ്യായത്തിൽ ഈസ് ദെയർ എനി ഡൗട്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? 14-ന്റെ ഡൗട്ട് ചോദിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ, പ്രിയ ആന്റിമാരൊക്കെ. ഞാൻ പറഞ്ഞതിലും പഠിപ്പിച്ചതിലും മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ അവകാശമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 15-ാം അധ്യായം തുടങ്ങുകയാണ്. 15वें अध्याय 1 से लेके 13 तक के वचनों को आज हम देखेंगे। 1 से लेके 6वें वचन तक में मसीह का अनुकरण करो, ये शीर्षक लिखा जा लिखिए.
ഓക്കെ, 15-1 മുതൽ 6 വരെ ക്രിസ്തുവിനെ അനുകരിക്കുക എന്നതാണ് സബ് ടൈറ്റിൽ അവിടെ കൊടുക്കേണ്ടത്. സബ് ടൈറ്റിലായിട്ട് കൊടുത്താൽ മതി, ക്രിസ്തുവിനെ അനുകരിക്കുക. यहाँ आपको शीर्षक देना है, मसीह का अनुकरण करो. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മെ തന്നെ പ്രസാദിപ്പിക്കാതിരിക്കുകയും. അപ്പോൾ ഈ ശക്തരായി നാം ബലഹീനത ചുമക്കുക എന്നതിൻ്റെ ഒരു റൂട്ട് ഭാഷ എന്ന് പറയുമ്പോൾ, മൂലഭാഷ അതിന്റെ അർത്ഥം വരുമ്പോൾ അവരെ വഹിച്ചുകൊണ്ട് പോവുക എന്നൊരാശയം വരുന്നു. വഹിച്ചുകൊണ്ട് പോവുക, ചുമക്കുക എന്നതിന്റെ നമുക്ക് ചുമക്കുക എന്നതും അതിന്റെ ആശയം അത് തന്നെയാണ്. എങ്കിലും കുറച്ചുകൂടെ വിശാലമാണ് ചുമക്കുക എന്ന് പറയുന്നത്. അവരെ താങ്ങിക്കൊണ്ട് പോവുക, വഹിച്ചുകൊണ്ട് പോവുക എന്നൊരാശയമാണ് അവിടെ പൗലോസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ശക്തന്മാരായ നാം അശക്തരുടെ ബലഹീനത ചുമക്കുകയും നമ്മെ തന്നെ പ്രസാദിപ്പിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവൻ തന്നെ പ്രസാദിച്ചില്ല. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമ്മുടെ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. ओके, you can. No. പറഞ്ഞോ आंटी. ओके, अभी दास ने पहले वचन से लेके 6वें वचन तक हमें पढ़ के सुनाया. इसमें मुख्य बात जो है वो है कि हमें निर्बलों की निर्बलताओं को हमें सहना है और अपने आप को प्रसन्न नहीं करना है, बल्कि दूसरों की भलाई के लिए काम करना है. ഗലാത്യ ലേഖനം 6:2 ഒരാളൊന്ന് വായിച്ചു നൽകിയാട്ടെ. ഗലാത്യ ലേഖനം 6:2 വളരെ സുപരിതമായൊരു വേദഭാഗമുണ്ട്. ഗലാത്യ ലേഖനം 6:2 തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുവീൻ. താങ്ക് യു പാസ്റ്റർ ജി, താങ്ക് യു സോ മച്ച്, താങ്ക് യു. 15:1 നാം വായിച്ചു, എന്നാൽ ശക്തരായി നാം അശക്തരുടെ ബലഹീനതകൾ ചുമക്കണം. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. അതൊരു ക്രൈസ്തവിക അനുഭവം തന്നെയാണ്, ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകേണ്ടത് അനുഭവമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം, മറ്റുള്ളവന്റെ ഭാരങ്ങൾ കേൾക്കാൻ തയ്യാറ്. യേശു കർത്താവ് ഒരു ഗുഡ് കൗൺസിലർ ആയിരുന്നു പറയുന്നത്. കൗൺസിലർമാർക്ക് റോൾ മോഡലായിട്ട് പറയാൻ പറ്റുന്ന ഗുഡ് കൗൺസിലർ യേശുക്രിസ്തുവാണ്. മറ്റുള്ളവർ ഏത് ഭാരമായിട്ട് യേശു കർത്താവിനെ അടുക്ക വന്നാലും അവരുടെ ഭാരങ്ങൾ കേൾക്കും. ഒരു പാസ്റ്റർ ഒരു ഗുഡ് കൗൺസിലർ ആയിരിക്കണമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നു. കേൾക്കാൻ, അതുകൊണ്ടല്ലേ നിങ്ങളെ ഒരു വാക്യം വായിച്ചിട്ടില്ല, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കുക. നമ്മൾ നേരെ തിരിച്ച, പറയാൻ വേഗതയും കേൾക്കാൻ താമസമാണ്. കേൾക്കാൻ നമ്മൾ കുറച്ചു നേരം ചെലവഴിക്കില്ല, കേൾക്കുന്ന മുമ്പ് പറയുക. അതാണ് നമ്മുടെയൊക്കെ ഒരു ഏകദേശം ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ओके, अभी हम गलतियों की पुस्तक 6वें अध्याय के 2 वचन में हम पढ़ते हैं, तुम एक दूसरे के भार उठाओ और इस प्रकार मसीह की व्यवस्था को पूरी करो. तो पहले 15वें अध्याय के पहले वचन में हमने पढ़ा कि निर्बलों की निर्बलता को सहे. तो इसका यही मतलब है कि एक दूसरे का भार उठाओ. यीशु मसीह बहुत अच्छे काउंसलर थे, वो बहुत अच्छे से काउंसलिंग करते हैं. उसी प्रकार हर एक पास्टर को अच्छा काउंसलर होना चाहिए. उन्हें दूसरों की बातों को ध्यान से सुनना चाहिए. തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. അതിന് ഏക ദൃഷ്ടാന്തം യേശു കർത്താവ് തന്നെയാണ്.
പ്രത്യേകിച്ച് നിങ്ങൾ സങ്കീർത്തനം 69:9 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 69:9 പാസ്റ്റർജി ഒന്ന് വായിക്കുമോ? 69:9. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. ബി പാർട്ടാണ്. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. അത് യേശുക്കത്ത ഭാരം ചുമക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെ. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു. ക്രിസ്തുവിന്റെ അനുഭവത്തെയാണ് അത് വ്യക്തമാക്കുന്നത്. യേശു ഭാരം ചുമന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഓർമ്മ പറയുന്നത് കാൽവറിയിലേക്കുള്ള നസ്രായന്റെ ക്രൂശ് ചുമന്നുള്ള യാത്രയാണ്. സ്തോത്രം. ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശല്ല, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കാൻ കർത്താവ് പറയും. യേശുവിന്റെ ക്രൂശ് ആരും എടുക്കേണ്ട കാര്യമില്ല. യേശു കർത്താവിന്റെ ക്രൂശ് യേശു കർത്താവ് തന്നെ എടുത്തു. നമ്മളെ കൊണ്ട് അത് എടുക്കാനും കഴിയില്ല. അതിനുള്ള കൃപയും കഴിവും നമുക്കില്ല. നാം ചെയ്യേണ്ടത് എന്താണ്? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കണം. അപ്പോൾ ഭാരം ചുമക്കുക എന്നൊരാശയം പറഞ്ഞപ്പോൾ ക്രൂശിന്റെ കാര്യം പറഞ്ഞതാണ്. ഇവിടെ ഈ ഗോൽഗോഥയിലേക്കുള്ള ഗബദ കൽത്തടത്തു നിന്നുള്ള യാത്ര ശ്രദ്ധേയമല്ലേ. പോകുന്ന യാത്രകളിൽ പലയിടത്തും നസ്രായൻ വീണിട്ടുണ്ട്. വീണുമെഴുന്നേറ്റുമുള്ള ഗോൽഗോഥ ലക്ഷ്യമാക്കിയുള്ള യേശു കർത്താവിന്റെ യാത്ര ഏകദേശം 1.5 കിലോമീറ്റർ അടുത്തായിരുന്നു ഗബദ കൽത്തളത്തിൽ നിന്നും ഗോൽഗോഥയിലേക്കുള്ള ദൂരം. ഏകദേശം 1.5-1 കിലോമീറ്റർ ഒക്കെ പറയും. ഈ പോകുന്ന പോക്കിൽ കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ ഏറ്റവും ക്രൂരമായതായിരുന്നു അവർ ചെയ്തത്. എന്റെ ക്ഷീണമുണ്ട്. ഒഴിച്ചു വെള്ളമൊന്നും കുടിക്കാൻ കൊടുത്തു കാണില്ല. പുറം ഉടവുചാലി പോലെ കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട്. രക്തമാവോളം ഒഴുകിപ്പോയിട്ടുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ല. ക്ഷീണം ഉള്ള നസ്രായൻ 30 കിലോ മുതൽ ഏകദേശം 50 കിലോഗ്രാം വരെ ഭാരം വരുന്ന പൈൻ മര കുരിശൻ ചുമന്നുകൊണ്ടുള്ള യാത്ര. പല സ്ഥലത്തും വീണും എഴുന്നേറ്റുമുള്ള യേശുവിന്റെ യാത്ര. ഇവിടെ ഒരു സ്ഥലത്ത് വീണിട്ട് യേശു എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്നു. അപ്പോഴാണ് ശതാധിപനും 4 പട്ടാളക്കാരും പടയാളികളുമുണ്ട്. അവരെന്ത് ചെയ്തു? ശതാധിപൻ ചാട്ടവാറ് ചുഴറ്റി വീശിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കണ്ടിട്ട് കാണുന്നു. അവനെ കണ്ടിട്ട് പറയും യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ അങ്ങ് ആവശ്യത്തിൽ പറഞ്ഞു പോയി, സോറി. तो यहाँ हम पढ़े, हमने गलतियों की पत्री में पढ़ा कि एक दूसरे के भार उठाओ। यीशु मसीह ने हमारे भार को यीशु मसीह उठाए। तो हम इसमें पढ़ते हैं भजन संहिता 69:9 बी पार्ट, जो निंदा वे तेरी करते हैं वही निंदा मुझको सहनी पड़ी है। तो इसमें हमें अपने आप को, यीशु मसीह कहते हैं कि आप अपने आप को तजिए और अपने क्रूस को उठाओ। यीशु मसीह ने जब वो गोलगोथा से लेके कालवरी तक की उनकी जो यात्रा थी करीब 1.5 किलोमीटर थी। उन्होंने 30 से 50 किलो वाले क्रूस को उठाया जो कि चीड़ की लकड़ी से बना हुआ था। और इस यात्रा में क्योंकि रात को यीशु मसीह को कोड़े मारे गए और उनका शरीर बुरी तरह से खून से लथपथ हो गया था, उनके घावों से खून बह रहा था, वो इतना ज्यादा थक गए थे कि वो 1.5 किलोमीटर की यात्रा में एक जगह गिर जाते हैं। तो एक दूसरे व्यक्ति को बुला करके सिपाही उनके क्रूस को उठवाते हैं। നമുക്കറിയാം, യേശു ആ സ്ഥലത്ത് വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നപ്പോൾ കുറേനക്കാരനെ ശിമോനെ കൊണ്ട് നിർബന്ധപൂർവം ആ ക്രൂശ് ചുമപ്പിക്കുന്നു. കുറേനക്കാരനെ ശിമോനും യേശുവും കൂടെ ഗോൽഗോഥയിലേക്ക് നടക്കുന്നു. ഞാനിങ്ങനെ വായിച്ചപ്പോഴും ധ്യാനിച്ചപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായ ചില ആത്മീയ ചിന്തകൾ എന്താണെന്നറിയാമോ? ഈ യാത്രയിൽ കുറേനക്കാരനെ ശിമോൻ ക്രൂശിന്റെ ഒരു അഗ്രം ചുമക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത്രയും ഭാരം തോന്നുന്നില്ല. എന്താ അത്രയും ഭാരം തോന്നാത്തെന്നറിയാൻ വേണ്ടി ശിമോൻ ഈ ക്രൂശിന്റെ അങ്ങേത്തലയ്ക്കൽ ചുമക്കുന്ന യേശുവിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഈ ക്രൂശിന്റെ മുഴുഭാരവും
ഷിമോന്റെ കയ്യിൽ വരാതെ അത് തൻ്റെ തോളിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുന്ന യേശുവിനെ കാണുന്നത്. ഇന്ന് രാത്രി ഇത് ഒരു ക്ലാസ് ആണെങ്കിലും ദൈവശബ്ദം കൂടെ നമ്മോട് മുടങ്ങുന്നുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഒരു പരീക്ഷ ഉണ്ടായാൽ അതിനോട് കൂടെ തന്നെ പോക്കുവഴി തരാൻ ശക്തനായ ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. താങ്ങാൻ കഴിയുന്നതേ ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കത്തുള്ളൂ. ഭാരമില്ല എന്ന് വന്നപ്പോൾ ശിമോൻ നോക്കിയപ്പോൾ ആ മുഴുഭാരം തൻ്റെ തോളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന നസ്രായൻ. അങ്ങനെയെങ്കിൽ എന്ന് രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള വസ്തുത നമുക്കേറെ സന്തോഷം പകരുന്നല്ലോ. അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന, നാം ചുമക്കുന്ന ഭാരങ്ങൾ എത്രയോ കഠിനമാണ്. അതിൻ്റെ ആ നിലവാരം, അതിൻ്റെ ആ കാഠിന്യം കുറയാൻ കാരണം കർത്താവ് കൂടെയുള്ളതുകൊണ്ട്. പ്രിയരെ, സ്തോത്രം. यहाँ पे हम पाते हैं जब यीशु मसीह एक जगह गिर जाते हैं तो सिपाही शिमोन कुरेना वाले शिमोन को पकड़ते हैं और उसको क्रूस ढोने के लिए कहते हैं। उसे बलपूर्वक ये काम करने को कहा जाता है, क्योंकि वो मन से नहीं चाहता था, लेकिन सिपाहियों के कहने पर जब वो क्रूस उठाता है तो वो एक जगह वो देखता है कि वो उसको ज्यादा भार नहीं पड़ रहा। कारण क्या है? वो देखता है कि यीशु मसीह जो है वो पूरे क्रूस का भार उठा के जा रहे हैं। तो वचन में ये लिखा है कि ऐसी कोई परीक्षा नहीं है जिसको आप सह नहीं सकते, ऐसी कोई परीक्षा आप पर नहीं आएगी। ये बातें वचन में लिखा हुआ है। ऐसी कोई परीक्षा नहीं हमारे सामने नहीं रखी जाती है जिसको हम झेल नहीं सकते। അപ്പോൾ മറ്റൊരു ചിന്ത കൂടെ ഭാഗത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ പോകുന്ന യാത്രയിൽ കുറേനക്കാരൻ ഷിമോനോട് നമ്മുടെ കർത്താവ് സംഭാഷണം നടത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അത് കാണുന്നില്ലെങ്കിലും എൻ്റെ ഒരു ചിന്ത, നമ്മുടെ കർത്താവ് സംസാരിക്കാതിരിക്കില്ല. മറ്റൊരു ആത്മീയ ചിന്ത കൂടെ അവിടെയുണ്ട്. ഈ ഗബദ കൽത്തളത്തിൽ നിന്ന് ഗോൽഗോഥയിലേക്കുള്ള 1 കിലോമീറ്റർ അത് ഷിമോന് വേണ്ടി, കുറേനക്കാരൻ ഷിമോന് വേണ്ടി ദൈവം മാറ്റിയിട്ട സമയമാണ്. കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ വേണ്ടി മാറ്റിയിട്ട സമയം. ഈ ക്രൂശ് ചുമന്നു പോകുമ്പോൾ ഷിമോനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ, നിനക്ക് ഇത് എവിടം വരെ ചുമക്കാൻ പറ്റുമോ അവിടം വരെ ചുമന്നാൽ മതിയാകും. അങ്ങ് ഗോൽഗോഥ വരെ ഒരു പരിധി വരെ നിനക്ക് ചുമക്കാൻ കഴിയില്ലായിരിക്കാം. എവിടം വരെ ചുമക്കാൻ പറ്റുമോ അവിടെ വരെ ചുമന്നാൽ മതിയാകും. ബാക്കി നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റുകൊള്ളാം, ഞാൻ എടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ചുമന്നുകൊള്ളാം. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിൽ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ക്ലാസ്സിൽ ഓർപ്പിക്കുന്നു. നമ്മെ ചുമക്കാൻ പറ്റുന്നോടം വരെ ചുമന്നാൽ മതിയാകും പ്രിയരെ. ബാക്കി നമ്മോട് കൂടെ നടക്കാൻ, നമ്മുടെ ഹൃദയത്തിന്റെ വ്യഥകൾ അറിയുന്ന, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരുവനുണ്ടെന്ന് തിരിച്ചറിയട്ടെ പ്രിയരെ. എവിടം വരെ ചുമക്കാൻ പറ്റുമോ അവിടം വരെ മതിയാകും. ഈ വേദനയുടെ അനുഭവം, ഈ ക്രൂശിന്റെ അനുഭവം, ഈ ഭാരത്തിന്റെ അനുഭവം അവിടെ വരെ ചുമന്നാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് സ്വർഗം ചുമക്കുക മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തെ കൂടി അവൻ തിരുത്തിക്കുറിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താതിരിക്കില്ല. അതാണ് ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മുടെ ഈ ചുമക്കുക എന്ന ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുവാൻ. സ്തോത്രം. आमीन। तो पवित्र आत्मा हमसे ये कहती है, इन वचनों को जो हमने ध्यान किया उसके द्वारा पवित्र आत्मा ये कहती है कि जरूर यीशु ने शिमोन कुरेनी से कहा होगा कि जहां तक तू ढो सकता है वहां तक ढो। बाद में ये काम जो तूने किया है इसके लिए तेरे जो वंशज, तेरी संतान है वो मुझ में प्रसिद्ध होगी, वो मसीह में प्रसिद्ध होगी। ये बातें उसको यीशु ने कहा होगा कि जहां तक तू ढो सकता है। तो वचन पवित्र आत्मा हमसे ये कहती है कि आज आप जो क्रूस ढो रहे हो, आप जितना ढो सकते हो उसे ढोइए। बाद में आप परमेश्वर की महिमा को देखने जा रहे हैं। ആമേൻ. താങ്ങാൻ കഴിയാത്ത ദൈവം നമുക്ക് നൽകില്ല. താങ്ങാൻ കഴിയാത്തത് ദൈവം നമുക്ക് നൽകില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നത്തിലൂടെ, ഒരു പ്രതികൂലത്തിലൂടെ, ഒരു ക്ലേശത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരിയുണ്ട്. ഈ ചെറിയ പ്രായത്തിന്റെ ഇടയ്ക്ക് ഒത്തിരി വിഷമസന്ധിയിലൂടെ കടന്നുപോയി. ദൈവം ഞങ്ങൾക്ക് നൽകിയിരുന്ന 2 ആൺകുഞ്ഞുങ്ങൾ, ഇപ്പൊ 2 പേരുണ്ട്, അതിൽ 3 പേരായിരുന്നു.
നടുക്കത്തെയാൾ ഇന്ന് കർത്താവിന്റെ കൂടെയാണ്. ഏകദേശം 3.5 വയസ്സ് ഉള്ള സമയം മാത്രമേ അവൻ ഞങ്ങളോടൊപ്പം ഉള്ളായിരുന്നു. ജോഷുവ എന്നായിരുന്നു കുഞ്ഞിന്റെ പേര്. വളരെ പ്രത്യാശയുള്ള ഒരു കുഞ്ഞ്. അവൻ മാരകമായ ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ അമർന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുദാസിയുടെ മുഖത്തും എൻ്റെ മുഖത്തും നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണ്. ആമേൻ. 3.5 വയസ്സുള്ള സമയത്ത് വീട്ടിൽ പോകുകയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഏത് വീടാണ്? ആ വീടിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പിന്നീട് അവന്റെ മുഖത്ത് കണ്ടത് ഒരു സന്തോഷത്തിന്റെ അനുഭവം തന്നെയായിരുന്നു. കാരണം ഞങ്ങളെക്കാൾ ഉപരിയായി അവൻ മറ്റെന്തോ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ ഉപരിയായി മറ്റൊരു സാന്നിധ്യം അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ നന്നായി പാട്ട് പാടുമായിരുന്നു 3.5 വയസ്സുള്ളപ്പോൾ. യേശു അപ്പനെ എനിക്കേറെ ഇഷ്ടമാണ്, അപ്പൻ എന്നെ ശാസിച്ചാൽ അത് നല്ലതിനായി വാക്യങ്ങൾ പറയുമായിരുന്നു. ആമേൻ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടികളുമായിരിക്കും. ആ വാക്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ വളരെ സന്തോഷമായിരുന്നു. അവസാനത്തെ മൊമെന്റിലും ഞങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണ്. അപ്പോൾ ആ ഒരു വലിയ അനുഭവത്തിലൂടെ അങ്ങനെ പ്രത്യാശ നാട്ടിലേക്ക് കുഞ്ഞു പോകുന്ന ഒരു സാഹചര്യം, ഞാനും എൻ്റെ കൂട്ടുദാസിയും അങ്ങ് മധുരയിൽ, തമിഴ്നാട്ടിൽ മധുരയിൽ മീനാക്ഷി മിഷൻ ഹോസ്റ്റലിൽ വെച്ചാണ് നിത്യതയുടെ തീരത്തേക്ക് കുഞ്ഞ് കരേറി പോകുന്നത്. വളരെ വിഷമമുള്ള സാഹചര്യം. പിന്നീടുള്ള അവിടെ നിന്ന് കുഞ്ഞിന്റെ ജഡശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്രകൾ, ഏകദേശം 8 മണിക്കൂർ ആംബുലൻസിലുള്ള ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ എൻ്റെ കൂട്ടുദാസ് ജ്യേഷ്ഠ സഹോദരി കൂടെയുണ്ട്. ഇങ്ങനെയുള്ള യാത്രയിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായി. പക്ഷേ ദൈവം എന്നോട് പലതിനും മറുപടി നൽകി. ചോദിച്ച ചോദ്യത്തിന് പലതിനും ദൈവം മറുപടി നൽകി. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയിട്ട് തിരിച്ച് വിളിക്കാൻ ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നൽകിയത് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു മറുപടി എന്നോട് ഇങ്ങനെയായിരുന്നു, 3.5 വയസ്സുള്ളൊരു കുഞ്ഞ് നിത്യതയിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 3.5 വയസ്സുള്ളൊരു കുഞ്ഞ് നിത്യതയിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ചിന്തിച്ചു, അത് ഭൂമിയിൽ ഏത് കുടുംബത്തിലാണ് എനിക്ക് നൽകാൻ പറ്റുന്നത്? 3.5 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ നൽകിയിട്ട് തിരികെ വിളിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ വീണ്ടും നിലനിൽക്കാൻ സാധ്യതയുള്ള കുടുംബം ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ നിന്റെ കുടുംബത്തെയാണ് കണ്ടതെന്ന് ദൈവം ആ ആംബുലൻസ് വെച്ച് എന്നോട് മന്ത്രിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്, ഭാരം താങ്ങാൻ കഴിയാത്തത് ദൈവം നൽകില്ല. കുഞ്ഞിന്റെ യാത്രയപ്പ് ശുശ്രൂഷകളിൽ ഒത്തിരി കർത്തൃദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്നു. എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ടാണ് എൻ്റെ കൂട്ടുദാസി പാടിയത്. യേശു അപ്പനെ എനിക്ക് ഇഷ്ടമാണ്. കുഞ്ഞ് പറയാനുള്ള വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് വചനം ശുശ്രൂഷിക്കാൻ ദൈവം അവസരം നൽകി. ഇപ്പോഴും ദുഃഖമില്ലാഞ്ഞിട്ടില്ല. പക്ഷേ തിരുവെഴുത്തിൽ പറയുന്നത് പോലെ നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ല എന്നെണ്ണുവാനുള്ള ഒരു കരുത്ത് സ്വർഗം പകരുന്നു. അതുകൊണ്ട് ഭാരങ്ങളെ ചുമക്കാൻ കരുത്ത് പകരുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള വസ്തുത ഇന്ന് രാത്രി നമ്മെ എല്ലാവരെയും വളരെ പ്രത്യാശയോടെ ഭരിക്കുന്ന നിമിഷമായി തീരട്ടെ. കടന്നു പോകുന്ന പ്രതിസന്ധികൾ, കടന്നു വരുന്ന ക്ലേശങ്ങൾ, അനുഭവിക്കുന്ന അനുഭവങ്ങൾ എത്രയ്ക്കും വേദനകളും ശോകങ്ങൾ നിറഞ്ഞതാണെങ്കിലും കൂടെ ഒരു കർത്താവുണ്ടെന്ന് എന്ന് രാത്രി പ്രിയരെ ദൈവ വചനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടണം, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. സ്തോത്രം. Praise the Lord. तो हम यहाँ पढ़ते हैं कि ऐसी कोई भी परीक्षा नहीं है जो हमारे सहने से बाहर हो, कि परमेश्वर सच्चा है। दास अपने जीवन की गवाही से हमें ये बताते हैं कि दास का एक बेटा था जो 3.5 साल में कैंसर के कारण उसकी मृत्यु हुई। जब वो बच्चा छोटा था, जब वो मरने वाला था, तो वो कहता है कि मुझे अपने पिता के घर जाना है, मुझे अपने घर जाना है। तो दास उससे पूछते हैं कि तेरा घर कहाँ है? वो छोटा बच्चा था लेकिन बहुत ही आशा के साथ परमेश्वर के पास जाने के लिए वो बिल्कुल व्याकुल था और वो गाना गाता था कि पिता मैं तुझसे प्रेम करता हूँ। तो उस बच्चे की मृत्यु ने दास के जीवन में यीशु मसीह से जब उन्होंने पूछा कि वो उनके साथ क्यों हुआ, तो यीशु मसीह ने उसे कहा कि एक 3.5 साल का बच्चा मुझे अनंत जीवन में चाहिए था। तेरे परिवार से दूसरा कौन परिवार होगा जो इस दुख को झेल कर भी विश्वास में बना रहे? इसके लिए मैंने तुझे चुना। ये सुनकर के दास के मन को बहुत शांति हुई और बच्चे के संस्कार के समय जब उसे दफनाया जा रहा था,
दास की पत्नी जो दासी है, उन्होंने बच्चे को जो गाना प्रिय था उसी गाने को वो गाती है, और दास ने जो बच्चे को जो प्रिय वचन था उसी के अनुसार उन्होंने उस दिन सेवकाई की। तो परमेश्वर की महिमा की इन बातों के द्वारा परमेश्वर की महिमा हो। ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് അപ്പോൾ ഇവിടെ പൗലോസ് പറയുമ്പോൾ തന്നെ ദൃഷ്ടാന്തമായി യേശുക്രിസ്തുവിനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഓർപ്പിച്ചത് ക്രൂശി ചുമന്നുകൊണ്ട് പോകുന്ന കുറേനക്കാരൻ ശിമോനുണ്ട്. ഷിമോന്റെ കൂടെ സഞ്ചരിക്കുന്ന കർത്താവ് ഷിമോന് ഭാരം തോന്നുന്നില്ല. പിന്നീട് യേശുവിന്റെ രക്തം പുരണ്ട ക്രൂശാണല്ലോ ഷിമോൻ ചുമന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥകൾ നമുക്കറിയാം. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അറിയാം. കുറേനക്കാരൻ ഷിമോന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. പിന്നീട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്കും വിശേഷ അമ്മയായ റൂഫോസിന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ പ്രസിദ്ധനായി തീർന്നു റൂഫോസും, പ്രത്യേകിച്ച് തന്റെ മാതാവും ഒക്കെ. 2 മക്കളായിരുന്നു ഷിമോൻ ഉണ്ടായിരുന്നത്, അലക്സാണ്ടറും റൂഫോസും. ഒരാള് റോമൻ ഭരണകൂടത്തിലെ ഉന്നതനായ മജിസ്ട്രേറ്റ് ആയി മാറി എന്ന് പറയുന്നു. ഉന്നതനായ ഒരു മജിസ്ട്രേറ്റ് ആയി മാറി എന്ന് പറയുന്നു. രണ്ടാമത്തെ ആള് സുവിശേഷവേദി ശക്തനായി. പൗലോസ് പോലും പറയുന്നു, റൂഫസിനും വിശേഷാൽ എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലും. ആ നിലകളിൽ ദൈവം ക്രൂശ് ചുമന്നവന്റെ കുടുംബത്തെ മാനിച്ചു. അക്ഷരാർത്ഥത്തിൽ ഈ ക്രിസ്തീവരം വേദനയുടെയും ക്ലേശത്തിന്റെയും സഹനത്തിന്റെയും കഷ്ടതയുടെ ഒക്കെ മാർഗമാണ്. പക്ഷേ ഇതിനൊരു അമേൻ പ്രതിഫലമുണ്ട്. ഇതിനെയൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. ക്രൂശിന്റെ മാർഗം വേദനയുടെ മാർഗമാണ്, പക്ഷേ അവിടെയും ഒരു പ്രതിഫലമുണ്ട്. നമുക്കറിയാം ക്രൂശില്ലാതെ ഒരു കിരീടമില്ലെന്നുള്ള ആപ്തവാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രൂശിന്റെ മാർഗം വേദനയുടെ മാർഗമാണ്. അപ്പോൾ തന്നെ അതിന്റെ പ്രതിഫലമുള്ള വസ്തുത ഇന്ന് രാത്രി നമ്മെ ഭരിക്കട്ടെ. भार परस्पर भार उठाने के बारे में यीशु मसीह जब यहाँ कहते हैं, शिमोन कुरेनी ने यीशु मसीह का क्रूश उठाया। आपको मालूम है यीशु मसीह के खून से सने हुए क्रूश को जब वो उठा करके, तो यीशु से कहते हैं जहां तक तुझे उठाते बनता है वहां तक उठा। ये पवित्र आत्मा का संदेश है हमारे लिए। बाद में हम जानते हैं उनकी जो संतान है 16वें अध्याय में लिखा हुआ है, रूफस को जो प्रभु में चुना हुआ है और उसकी माता जो मेरी भी है, दोनों को नमस्कार। उनका शिमोन कुरेनी का एक बेटा रोमन साम्राज्य में न्यायाधीश के रूप में काम करता है, दूसरा एक सुसमाचार प्रचारक के रूप में काम करता है। तो दोनों बच्चे सिकंदर और रूफस दोनों के दोनों मसीह में प्रसिद्ध होते हैं, क्योंकि पिता ने क्रूश उठाया था। ഓക്കെ, ക്രിസ്തുവിനെ അനുകരിക്കുക 15:1 മുതൽ 6 വരെ. അത് പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിലെ 2:25 അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ 15-ാം അധ്യായം ഒന്നുകൂടെ ഫുള്ള് വിചിന്തനം ചെയ്യാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയായിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. 14-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുന്നു. 14-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ സാഹോദര്യവും ആണ്. 14:1 മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെ. പിന്നെ 14:1 മുതൽ 12 വരെ പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതായത് അന്യോന്യം കരുതണം, അന്യോന്യം സ്നേഹിക്കണം, ആദരിക്കണം. പിന്നെ വന്നത് 14:13 മുതൽ 23 വരെ ശക്തന്മാരായവരുടെ കടമ, അവരെന്താ ചെയ്യേണ്ടത്. പിന്നെ അശക്തരോടും ശക്തരോടും ഉള്ള ഉപദേശം, അതാണ് ഏറ്റവും അവസാനം 22-ഉം 23-ഉം വാക്യങ്ങളിൽ ചിന്തിച്ചത്. അതിനിടയ്ക്ക് ഓരോ വാക്യങ്ങൾ എടുത്ത് വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 14वें अध्याय में पढ़ा, जो कि 14 और 15 1 से लेकर 13 तक जो टाइटल था वो था कि मसीह में स्वतंत्रता और मसीही भाईचारा। 14 अध्याय का 1 से लेकर 12 तक हमें परस्पर एक दूसरे का आदर करना चाहिए और अंगीकार करना चाहिए। 13 से लेकर 23 तक बलवानों का उत्तरदायित्व क्या है। आगे हम पढ़ते हैं, पौलुस दोनों को संदेश देते हैं। जो बलवान है 23 बाकी जो वचन है उसके द्वारा हमें बताते हैं 22 और 23 में, जो बलवान है और जो बलहीन है दोनों को संदेश देते हैं कि आप अपने कामों के द्वारा मसीह की महिमा करो। 15वें अध्याय का जो विषय था वो था मसीह का अनुकरण करो। Okay, praise the Lord.